ഹലോ, ഇന്ന് നമുക്ക് ഡ്രൈ സ്കിൻ. നമ്മുടെ നാട്ടിൽ ഭയങ്കര ചൂടാണെങ്കിൽ പോലും ഡ്രൈ സ്കിന്നുള്ള ഒത്തിരി പേരുണ്ട്. ഈ ഡ്രൈ സ്കിൻ ഉണ്ടായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഡ്രൈനസ് തുടങ്ങുമ്പോഴാണ് നമുക്ക് ഫേസിൽ പല പല പ്രശ്നങ്ങൾ വരുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പൊതുവേ എല്ലാവരും അഡ്രസ്സ് ചെയ്യുന്ന ഒരു ഇഷ്യൂ മുഖക്കുരു അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഡ്രൈ സ്കിന്നുകാർ ഫോക്കസ് ചെയ്യുന്നത് വളരെ കുറവാണ്. കാരണം അവർ എന്താണെന്ന് വെച്ചാൽ നമ്മൾക്കിപ്പോൾ ഡ്രൈ സ്കിൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ കുറേ മോയ്സ്ചറൈസിങ് ക്രീം പുരട്ടിക്കൊണ്ട് നടക്കും. അതാണ്. പക്ഷേ എന്താ പറയുക, ഒരു ഭംഗിയുള്ള ഒരു സ്കിന്നി ഡ്രൈ സ്കിന്നുകാർക്ക് ഒരിക്കലും ഉണ്ടാവില്ല. എന്നാൽ അങ്ങനെയുള്ള സ്കിന്നുകാർ അത് പോയി കഴിഞ്ഞാൽ അവരുടെ സ്കിന്ന് നല്ല ഭംഗിയിൽ വരികയും ചെയ്യും. അപ്പോൾ നമുക്ക് ഡ്രൈ സ്കിന്നുകാർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും അത്യാവശ്യമായിട്ട് മറ്റുള്ളവർ കെയർ ചെയ്യുന്ന പോലെ നമ്മളും നമ്മുടെ സ്കിന്ന് കെയർ ചെയ്യണം. പക്ഷേ എല്ലാവരും ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചെന്നാൽ ഡോക്ടേഴ്സ് പറയും മോയ്സ്ചറൈസ് ചെയ്യും. നമ്മൾ ഒത്തിരി മോയ്സ്ചറൈസേഴ്സ് നമ്മൾ പുരട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഡ്രൈ സ്കിന്നിൽ എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രൈനസ് കൂടുതലുള്ളതുകൊണ്ട് പെട്ടെന്ന് നമ്മുടെ സ്കിന്ന് ഡെഡ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഡ്രൈനസ് കൂടി അത് അവിടെ ഇങ്ങനെ പൈലപ്പ് ചെയ്യും, കൂടി വരും. അതിൻ്റെ മേലെയാണ് നമ്മൾ ഈ മോയ്സ്ചറൈസിങ്ങും ക്രീമും എല്ലാ കാര്യങ്ങളും നമ്മൾ പുരട്ടി കൊടുക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും ഇതിൻ്റെ ഈ മോയ്സ്ചറൈസിങ്ങിൻ്റെ ഗുണവും നമുക്ക് കിട്ടുന്നില്ല. ഈ ഡെഡ് സ്കിൻ ഇരുന്ന് അല്ലെങ്കിൽ ഡ്രൈ സ്കിൻ ഡെഡായിട്ട് അത് ഇരുന്നിട്ട് നമ്മുടെ സ്കിന്ന് മുഴുവൻ ഡാമേജ് ആക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഗ്ലോയോ അല്ലെങ്കിൽ ഭയങ്കര റഫ് ടെക്സ്ചറും ഇങ്ങനത്തെയൊക്കെ ആയിരിക്കും. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സ്റ്റെപ്പുകളുണ്ട്. അപ്പോൾ ഇതിനു മുൻപ് ഞാൻ ഒരെണ്ണം കാണിച്ചു, ഓയിൽ മസാജ്. ഇപ്പോൾ ഞാൻ ആദ്യം ഇട്ടൊരു സാഗി സ്കിൻ അല്ലെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെൽസ് നശിച്ചു പോയ ഒരു സ്കിന്നിൻ്റെ ഒരു സാഗ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ, അതിൽ ആ സ്കിന്നിന് വേണ്ടി ചെയ്യുന്ന എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞു അല്ലേ. അപ്പോൾ അതിൽ ഒരെണ്ണമാണ് നമ്മുടെ ഈ എക്സ്ഫോളിയേഷൻ, അതിൻ്റെ പാർട്ടാണ്. അപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു നല്ലൊരു പാക്ക് ഫേസ് ബോഡിക്കൊക്കെ ഉപയോഗിക്കാം, ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ആക്റ്റീവായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസും ഇല്ല. അപ്പോൾ ഇതിൻ്റെ മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് നമ്മുടെ ഓറഞ്ച് പീൽ പൗഡറാണ്. അതുപോലെ തന്നെ നമുക്കൊരു സൂത്തിങ് ആൻഡ് ഒരു കാം എഫക്റ്റ് കിട്ടുന്നതിന് വേണ്ടി നമുക്ക് ഓട്സിൻ്റെ പൗഡർ ചേർത്ത് കൊടുക്കാം. അതുപോലെ എക്സ്ഫോളിയേഷന് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ അരിപ്പൊടി. അതുപോലെ തന്നെ നല്ല ഫൈനായിട്ടുള്ള റൈസ് പൗഡർ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷനോ ബാക്ടീരിയൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീം പൗഡർ. അതുപോലെ എക്സ്ഫോളിയേഷന് ഹെൽപ്പ് ചെയ്യുന്ന വേറൊരു ബെസ്റ്റ് ഇൻഗ്രീഡിയൻ്റാണ്, ഞാൻ ഇതിനു മുമ്പ് പലതിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ പപ്പായയുടെ ലീഫ് ഉണക്കിയത്. ഇതെല്ലാം ഉണക്കിയിട്ടുള്ളതായിരിക്കണം. അതുപോലെ തന്നെ സ്കിന്ന് സ്മൂത്താക്കുന്ന വേറൊന്നാണ് മുൾട്ടാനി മിട്ടി. ഒക്കെ ഇത്രയും കാര്യങ്ങൾ ഞാനിതിലെ പോലെ കോഫി പൗഡർ, ഇത്രയും കാര്യങ്ങൾ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ആദ്യം ജെല്ലാണ് ഇത് ഉണ്ടാക്കിയെടുക്കേണ്ടത്. സാന്താൻകം വെച്ച് ജെല്ല് ഉണ്ടാക്കിയെടുത്തിട്ട് വേണം നമ്മൾ പിന്നീട് അതിലേക്ക് നമ്മൾ സാധനങ്ങൾ ചേർത്ത് കൊടുക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ pH വെച്ച് ഈ പ്രിസർവേറ്റീവ് ചേർത്തിട്ട് pH വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓയിൽ മസാജ് ഡെയിലി ചെയ്യണം, പ്രത്യേകിച്ച് ഡ്രൈ സ്കിന്നുള്ളവർ. എന്നിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വൈപ്പ് ചെയ്ത് കളഞ്ഞിട്ട് വേണം നമ്മൾ കുളിക്കാനായിട്ട്. അല്ലാതെ അത് വെച്ച് സോപ്പിട്ട് വാഷ് ചെയ്ത് കളയാനായിട്ട് ശ്രമിക്കരുത്. എന്നിട്ട് നമ്മൾ ആഴ്ചയിൽ 2-3 പ്രാവശ്യമെങ്കിലും മിനിമം നമ്മൾ ഈ പാക്ക് വെച്ച് നമ്മൾ ചെയ്യാം. അപ്പോൾ നമുക്കിപ്പോൾ ബ്യൂട്ടി പാർലറിലൊന്നും പോകാൻ താല്പര്യമില്ലെങ്കിൽ ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു സ്കിൻ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ നമ്മുടെ ആ ഷൈൻ തിരിച്ചു വരും. ആൾക്കാർ ചോദിക്കും, ശരിക്കും ആൾക്കാർ നിങ്ങളുടെ മുഖത്ത് നോക്കി ചോദിക്കും, എന്താണ് നിങ്ങൾ ചെയ്യണമെന്ന്, ഭയങ്കര ഡിഫറൻസ് ഉണ്ടല്ലോ എന്ന്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളൊരു ഫംഗ്ഷന് പോകുകയാണെങ്കിൽ ഇതുപോലെ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും ആ ഒരു ഗ്ലോ പെട്ടെന്ന് കിട്ടും. മെയിൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഓറഞ്ച് പീലിലുള്ള വൈറ്റമിൻ സി പോലെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഒരു ഗ്ലോ കൊണ്ടുവരുന്നതാണ്. അതുപോലെ തന്നെ അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്ന ഡെഡ് സ്കിൻ പോയി കഴിയുമ്പോഴും നല്ലൊരു സ്കിൻ ടോൺ നമുക്ക് കിട്ടും. പക്ഷേ ഓവറായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യരുത്. മാക്സിമം 2-3 അതിലും കൂടുതൽ ചെയ്യരുത്, അത് സ്കിന്ന് ഡാമേജ് ആക്കും. അത് കഴിഞ്ഞതിന് ശേഷം മസ്റ്റായിട്ട് മോയ്സ്ചറൈസ് ചെയ്യുക.